ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിരിക്കുന്നു. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മാംഗോയുടെ പുഡിങ്ങാണ്. സ്കൂളൊക്കെ അടച്ച് പിള്ളേരെല്ലാം വീട്ടിലിരിക്കുന്ന സമയത്ത് നമുക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു മാംഗോയുടെ പുഡിങ്ങാണ്. ഞാനിവിടെ 2 മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായി പഴുത്ത മാങ്ങ നന്നായി ചെറുതായിട്ട് അരിഞ്ഞ് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നമുക്ക് മാങ്ങയുടെ മധുരം അനുസരിച്ച് അളവനുസരിച്ച് ചേർത്താൽ മതിയാകും. ഇനി മാങ്ങ അരയാൻ പാകത്തിന് മാത്രമായിട്ടുള്ള കുറച്ച് പാലും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇനി ഒരു പാത്രത്തിനകത്ത് നമുക്ക് ഒരു 2 ടീസ്പൂൺ കസ്റ്റേർഡ് പൗഡറാണ് ഞാൻ ചേർക്കുന്നത്. കസ്റ്റേർഡ് പൗഡറും കുറച്ച് പാലൊഴിച്ച് ആ കസ്റ്റേർഡ് പൗഡർ ഇളകാൻ പാകത്തിന് ആവശ്യമായിട്ടുള്ള കലക്കി വെക്കാം. അത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ട് പാൻ ചൂടാവുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മാംഗോയുടെ പ്യൂരി നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചെറു തീയിൽ വേണം നമുക്ക് മാംഗോയുടെ പ്യൂരി ചൂടാക്കിയെടുക്കാൻ. അത് കൈ ഇടാതെ ഇളക്കിയെടുക്കാം. മാംഗോ പൂരി നന്നായി ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞപ്പോൾ ഈ ഒന്ന് തിളച്ച് തുടങ്ങിയതിന് ശേഷം നമുക്ക് നമ്മൾ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന കസ്റ്റേർഡ് പൗഡറിൻ്റെ മിക്സ് അത് നമുക്ക് ഈ മാംഗോയിലേക്ക് ചേർത്ത് കൊടുക്കണം. കുറച്ചൊന്ന് വെള്ളം വറ്റിയതിന് ശേഷം നമ്മൾ ഒഴിച്ച പാലും അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കുറച്ചൊന്ന് വറ്റിയതിന് ശേഷം നമുക്ക് ഈ കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കൊടുത്താൽ മതിയാകും. കസ്റ്റേർഡ് പൗഡർ ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്യണം. കാരണം അത് മാറ്റി വെച്ചിരിക്കുന്നത് അടിയിൽ തരിയായിട്ട് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നന്നായി ഇളക്കി ചേർത്തതിന് ശേഷം നമ്മുടെ ഈ മാംഗോ പ്യൂരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നന്നായി കൈയെടുക്കാതെ ഈ മാംഗോ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ചെറിയ തീയിൽ മാത്രമേ ഇത് തയ്യാറാക്കാവുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കും. കസ്റ്റേർഡ് പൗഡർ പെട്ടെന്ന് അടിയിൽ പിടിക്കും, കരിഞ്ഞു പോകും. അതുകൊണ്ട് തീ വളരെ സ്ലോയിലിട്ട് നമുക്കിത് നന്നായി ഒന്ന് വറ്റിച്ചെടുക്കണം. കൈയെടുക്കാതെ നന്നായി ഇളക്കി കൊടുക്കാം. ഏകദേശം ഒരു 15-20 മിനിറ്റോളം നമ്മളിത് ഇളക്കി കൊടുക്കണം. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്, ചെറുതായി ഒന്ന് കട്ടിയായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും അത് ഇനി കുറച്ച് സമയം കൂടി ഇളക്കി കൊടുക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഏകദേശം 20 മിനിറ്റോളം നമുക്കിത് ഇളക്കി കൊടുക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഏകദേശം നന്നായി ആയിട്ടുണ്ട്. പുഡിങ് ഒരു 3-4 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കണം. അതിനുശേഷം എടുത്തുകൊണ്ട് വന്നാൽ നമുക്ക് നല്ല ഒരു അടിപൊളി ടേസ്റ്റിലും സ്ട്രക്ചറിലും കിട്ടും. ഇപ്പം ഇതേ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഒരു നല്ല സ്ട്രക്ചറിലായിട്ടുണ്ട്. കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പുഡിങ്ങാണ് മാംഗോ പുഡിങ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെയും താങ്ക് യു ഫോർ വാച്ചിങ്.